നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്നോട്ടത്ത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഭാരതി ഹെക്സാകോമിൻ്റെ ലിസ്റ്റിംഗ് നമ്മൾ കണ്ടു. വളരെ വിജയകരമായിട്ട്, അല്ലെങ്കിൽ 33% ഉയർന്നാണ് അത് ലിസ്റ്റ് ചെയ്തത്. എല്ലാവർക്കും ലാഭം, ഷോർട്ട് ടൈംകാർക്കൊക്കെ ലാഭം കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ലോങ് ടൈമിലേക്കും അത് വളരെ നല്ല ഓഹരി തന്നെയാണ്. എന്തായാലും അതിൽ നിന്നുള്ള സന്തോഷവും പ്രചോദനവും ഉൾക്കൊണ്ടാണ് അതേ മേഖലയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ നിന്ന് തന്നെ മറ്റൊരു ഓഹരി കൂടി മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം IPO എന്ന് പറയാൻ പറ്റില്ല, FPO ആണ്. ഇത് ഫോളോ ഓൺ പബ്ലിക് ഓഫറാണ്. അതായത് നിലവിലുള്ള ഒരു ലിസ്റ്റഡ് കമ്പനി തന്നെ വീണ്ടും മൂലധനം സമാഹരിക്കുന്നതിന് സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കുന്നതിനെയാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. വോഡാഫോൺ ഐഡിയ ആണ്, പ്രശസ്തമായിട്ടുള്ള വോഡാഫോൺ ഐഡിയ ആണ് ഇപ്പോൾ ആ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അവരുടെ FPO ഏപ്രിൽ 18 മാർക്കറ്റിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ഇത് ഏറ്റവും വലിയ ഒരു ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ അല്ലെങ്കിൽ FPO ആണ് ഇന്ത്യയിൽ. ഇത് 2020 നമ്മളുടെ യെസ് ബാങ്ക് ഒരു 15,000 കോടി രൂപയ്ക്കുള്ള FPO വന്നിരുന്നു. അതിനുശേഷം ഈ അടുത്ത കാലത്ത്, കഴിഞ്ഞ വർഷം, അദാനി എൻ്റർപ്രൈസസ് 20,000 കോടിയുടെ ഒരു FPO വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കി. പക്ഷേ അത് ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ റിപ്പോർട്ടുകളുമൊക്കെ അടിസ്ഥാനത്തിൽ വിവാദമായ സ്ഥിതിക്ക് കമ്പനി അത് ക്യാൻസൽ ചെയ്യുകയും അദാനി അവർക്ക് ഈ നിക്ഷേപകർക്കെല്ലാം തന്നെ ഫണ്ട് തിരിച്ചു നൽകുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ 18,000 കോടിയുടെ വോഡാഫോൺ ഐഡിയയുടെ ഓഫറാണ്, അല്ലെങ്കിൽ FPO ആണ് ഇപ്പോൾ റെക്കോർഡായിട്ട് വരാൻ പോകുന്നത്. ഇത് നമുക്കറിയാം, ഐഡിയയുടെ ഇഷ്യൂ 2007 65 രൂപ മുതൽ 75 രൂപ വരെ ഒരു പ്രൈസ് ബാൻഡ് ഇട്ടുകൊണ്ട് വന്നിരുന്നു. അത് വളരെ വിജയകരമായിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2007 മാർച്ചിലാണത് ലിസ്റ്റ് ചെയ്തത്. ഇപ്പോൾ വോഡാഫോൺ ഐഡിയ എന്നുള്ള പേരിൽ ഏപ്രിൽ 18 FPO വന്നിരിക്കുന്നു. 18,000 കോടിയുടേതാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ ഇഷ്യൂ വിശേഷങ്ങളിലേക്കൊന്ന് കിടക്കാം. നിങ്ങളുടെ അറിവിലേക്ക് ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ FPOകളുടെ ഒരു ചെറിയ കണക്ക് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും വലുത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 18,000 crores ഇപ്പോഴത്തെ വോഡാഫോൺ ഐഡിയയുടെ FPO ആണ്. അതിന് മുമ്പ് യെസ് ബാങ്കിൻ്റെ 15,000 crores ആയിരുന്നു. 10,542 crores ആണ് ONGC നടത്തിയ FPO. ICICI ബാങ്കിൻ്റേത് 10,044 കോടിയുടെ, NMDC 9,930 കോടിയുടെ, NTPC 8,480 കോടിയുടെയുമാണ് FPO നടത്തിയിട്ടുള്ളത്. ഏറ്റവും വലിയ FPOയുടെ കണക്ക് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് പറയുമ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, 20,000 കോടിയുടേത് സക്സസ്ഫുള്ളായിട്ട് അദാനി എൻ്റർപ്രൈസസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഹിൻഡൻബർഗ് റിപ്പോർട്ടൊക്കെ അനുസരിച്ച് വിവാദമായപ്പോൾ അതന്ന് ക്യാൻസൽ ചെയ്യുകയും പൈസ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത സംഭവം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വോഡാഫോണിൻ്റേതാണ് ഏറ്റവും വലിയ ഇപ്പോഴത്തെ കണക്ക് വെച്ച് FPO. വോഡാഫോൺ എന്നുള്ള ബ്രാൻഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. 17 രാജ്യങ്ങളിലായിട്ട് 300 ദശലക്ഷം കസ്റ്റമേഴ്സാണ് കമ്പനിക്കുള്ളത്. അവർ ഫിക്സഡ് ആയിട്ടുള്ള ലൈൻസും അതുപോലെ തന്നെ മൊബൈൽ സർവീസസും എല്ലാം ചെയ്യുന്ന ഒരു വലിയ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 45ഓളം രാജ്യങ്ങളിൽ അവർ മറ്റ് പാർട്ട്നേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, വോഡാഫോണിൻ്റെ ഏറ്റവും വലിയ ഗ്ലോബൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പ്ലാറ്റ്ഫോം നൽകുന്ന ഒരു കമ്പനി കൂടിയാണ് VI. ഇന്ത്യയിൽ ഇവരുടെ സർവീസിൻ്റെ റീച്ച് ഭയങ്കരമാണ്. അതായത് 4,87,000 ഗ്രാമങ്ങളിലും ടൗണുകളിലുമായിട്ട് അവരുടെ മൊബൈൽ സർവീസസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 3,42,000 ടൗണുകളിലും വില്ലേജുകളിലുമായിട്ട് അവരുടെ ബ്രോഡ്ബാൻഡ് സംവിധാനങ്ങളും ലഭ്യമാണിപ്പോൾ. പ്രൊമോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ പ്രധാനമായിട്ടും കാണുന്നത് കുമാരമംഗലം, ബിർളയും ആ ഗ്രൂപ്പുമാണ്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഗ്രാസിം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ബിർള TMT ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, വോഡാഫോൺ ഇൻ്റർനാഷണൽ ഹോൾഡിംഗ്സ് BV, അല്ലമീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ്, ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൗറീഷ്യസ്, CCII മൗറീഷ്യസ്, INC യൂറോ പസഫിക് സെക്യൂരിറ്റീസ്, വോഡാഫോൺ ടെലികമ്മ്യൂണിക്കേഷൻസ് ഇന്ത്യ ലിമിറ്റഡ്, മൊബൈൽ വെസ്റ്റ്, പ്രൈം മെറ്റൽസ് ലിമിറ്റഡ്, ട്രാൻസ് ക്രിസ്റ്റൽസ് ലിമിറ്റഡ്, ഒമേഗ ടെലികോം ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഉഷ മാർട്ടിൻ ടെലിമാറ്റിക്സ് ലിമിറ്റഡ് തുടങ്ങിയിട്ടുള്ള കമ്പനികളാണ് പ്രധാന പ്രൊമോട്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ കാണുന്നത്.
ഇനി വോഡാഫോൺ ഐഡിയയുടെ ഫിനാൻഷ്യൽ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കത്ര രസകരമായ ഒരു കാര്യമല്ല അറിയാൻ സാധിക്കുന്നത്. റവന്യൂ 2021 42,126.4 കോടിയാണെങ്കിൽ ആ വർഷം അതിൻ്റെ നെറ്റ് ലോസ്, നെറ്റ് ഇൻകം എന്നുള്ള ഈ കോളത്തിൽ കാണുന്നത് നെഗറ്റീവ് ഫിഗറാണ്, അതായത് ലോസാണ്. 44,233.1 കോടി രൂപയുടെ ലോസാണ് അവിടെ കാണിക്കുന്നത്. 2022 38,644.9 കോടിയുടെ റവന്യൂ ഉണ്ടായപ്പോൾ 28,245.4 കോടിയുടെ ലോസാണ് ഇവിടെ കാണിക്കുന്നത്. അതേസമയം 2023 42,488.5 കോടിയുടെ ലാഭം, അല്ലെങ്കിൽ ലാഭമല്ല, റവന്യൂ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ നഷ്ടം കാണുന്നത് 29,301.1 കോടി രൂപയുടേതാണ്. ഇനി അവസാന കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ 10 മാസങ്ങളിലേതാണ്. അത് തന്നെ 23,563.8 കോടി രൂപയുടെ ലോസാണ് ഇതുവരെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2022 നിന്ന് 2023 വരുമ്പോൾ 9.95% റവന്യൂവിലൊരു വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ അറ്റാദായം എന്ന് പറയുന്നത് നഷ്ടമാണ്. -3.74% അത്തരത്തിലൊരു നഷ്ടം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ വോഡാഫോണാണ് ഇന്ത്യയിലെ ഏറ്റവും കടബാധ്യതയുള്ള, ഫിനാൻഷ്യലി ഇൻഡെപ്റ്റഡ് ആയിട്ടുള്ള അത്തരത്തിലൊരു സ്ട്രെസ്സുള്ള കമ്പനി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ കീ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ EPS -5.85ഉം ഇഷ്യൂ കഴിയുമ്പോൾ -4.64ഉം ആയിരിക്കും. പി റേഷ്യോയും റിട്ടേൺ ഓൺ നെറ്റ്വർത്തും ലഭ്യമല്ല. NAV -14.84 എന്നാണ് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ പിയർ കമ്പനികൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഭാരതി എയർടെലും ഭാരതി ഹെക്സാകോമും അതോടൊപ്പം തന്നെ റിലയൻസ് ജിയോ ഇൻഫോകോമും ആയിരിക്കും. ഇനി ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് ആക്സിസ് ക്യാപിറ്റൽ, ജഫ്രീസ് ഇന്ത്യ, SBI ക്യാപിറ്റൽ മാർക്കറ്റ്, പിന്നെ രജിസ്ട്രാർ നോക്കുകയാണെങ്കിൽ ലിങ്കിൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. കമ്പനി 18,000 crores മാർക്കറ്റിൽ നിന്ന് മൂലധനമായി പിരിച്ചെടുക്കുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടും അത് വിനിയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് നോക്കാം. 4G സൈറ്റുകൾ അത് പുതിയത് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള 4G സൈറ്റുകൾ എക്സ്പാൻഡ് ചെയ്യുന്നതിന്, അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം വേണ്ടിയിട്ട്, കൂടാതെ 5Gയുടെ പുതിയ സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എല്ലാം ഒരു 12,750 കോടി രൂപ അവർ വിനിയോഗിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് അത് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ DOT, GST, സ്പെക്ട്രം തുടങ്ങിയവയുടെ പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഒരു 2,175.32 കോടി രൂപ അവർ വിനിയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ള എമൗണ്ട് ജനറലായിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് വോഡാഫോൺ ഐഡിയ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അദാനി എൻ്റർപ്രൈസസ് 20,000 കോടിയുടെ FPO ആയിട്ട് വന്നപ്പോൾ അത് വിജയിക്കുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇത് 18,000 കോടിയുടെ ഒരു FPO ആണ്. ഇത് വിജയിക്കുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് US ബേസ്ഡ് ആയിട്ടുള്ള GQG പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഏകദേശം 4,200 കോടി രൂപ ഈ FPOയിൽ നിക്ഷേപിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ FBI മ്യൂച്വൽ ഫണ്ടും ഒരു 1,700 കോടി രൂപ മുതൽ 2,500 കോടി രൂപ വരെ വരുന്ന ഒരു തുക ഇതിൽ നിക്ഷേപിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഇതിൻ്റെ മർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ പ്രൈസ് ബാൻഡ് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു പ്രൈസ് ബാൻഡ് ആയതുകൊണ്ട് കൂടുതൽ ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വലിയ ഫണ്ടുകളുമായിട്ട് വന്ന് ഇതിൽ നിക്ഷേപിക്കുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. എന്തായാലും പ്രൈസ് ബാൻഡ് വളരെ ചെറുതായതുകൊണ്ട് ഇത് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ആ ദിവസം കഴിഞ്ഞ്, അതായത് വെള്ളിയാഴ്ച തന്നെ ഇതിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ, സെക്കൻഡറി മാർക്കറ്റിൽ ഏകദേശം 5.8% താഴുകയുണ്ടായി. അതായത് 12 രൂപ 12.2 എന്നുള്ള ലെവലിലേക്ക് പെട്ടെന്നൊന്ന് ഇടിഞ്ഞു.
അപ്പോൾ ഇത് പക്ഷേ ഇതൊരു വിജയമായിരിക്കുമെന്ന് തന്നെയാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഈ FPOയുടെ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഏപ്രിൽ 18 മുതൽ 22 വരെയാണ് ഈ FPO ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 10 രൂപ മുതൽ 11 രൂപ വരെയാണ്. വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രൈസ് ബാൻഡാണ്. ഇതിൻ്റെ 10 രൂപ മുതൽ 11 എന്നുള്ള ഒരു പറയുമ്പോൾ ഈ 10 രൂപ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഡേയിൽ ഇത് മാർക്കറ്റിൽ ക്ലോസ് ചെയ്ത വിലയേക്കാൾ 24% താഴെയാണ് ഇതിൻ്റെ ലോവർ ബാൻഡ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ റീസെൻ്റായിട്ട് ആദിത്യ ബിർള ഗ്രൂപ്പിന് അവർ പ്രിഫറൻഷ്യൽ ഷെയർസ് ഒരു 2075 കോടി രൂപയുടെ ഇഷ്യൂ ചെയ്തിരുന്നു. അതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും 32% ഡിസ്കൗണ്ടിലാണ് ഇപ്പോഴത്തെ പ്രൈസ് ബാൻഡ് തുടങ്ങുന്നത്. ഇത് 18,000 കോടി രൂപയ്ക്കുള്ളതാണ് ഇഷ്യൂ എന്നറിയാം. അതിൽ ഒന്നും തന്നെ ഓഫർ ഫോർ സെയിൽ ഇല്ല, എല്ലാം ഫ്രഷ് ഓഹരികളുടെ ഇതാണ്. അപ്പോൾ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച് ഒരു ലോട്ടെന്ന് പറഞ്ഞാൽ 1298 ഓഹരികളാണ്. അങ്ങനെ 14 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. HNIസിനാണെങ്കിൽ 15 ലോട്ട് മുതൽ 70 ലോട്ട് വരെ. ബിഗ് HNI ആണെങ്കിൽ 71 ലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. 35% റീറ്റെയിലേഴ്സിന് ഓഹരികൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് ഏപ്രിൽ 23 ആയിരിക്കും. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നതാണ് ഈ കമ്പനിയുടെ ഓഹരികൾ, FPO. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്യുന്നത് മിക്കവാറും ഏപ്രിൽ 25 ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഈ കമ്പനി ഇനി വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ സംശയമുള്ളവരോട് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലെ പ്രധാനിയായിട്ടുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ ഇവർ മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ തുക കുറച്ചിട്ടുണ്ട്, സ്പെൻഡിങ് കുറച്ചു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവർക്ക് കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വലിയ ഒരു ഇടിവ് കസ്റ്റമേഴ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടായി. മാത്രമല്ല ജിയോയ്ക്കും എയർടെല്ലിനും എല്ലാം അത് വലിയ നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ അറിയേണ്ടതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഏകദേശം 65,000 കോടി രൂപയ്ക്കുള്ളതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് മാർക്കറ്റിലുള്ള ഓഹരികൾ 65,000 മില്യൺ ഓഹരികളുമുണ്ട്. ഇത് രണ്ടും മാർക്കറ്റിലെ ഏറ്റവും വലിയ ഒരു ഫിഗർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ലോങ് ടേമിൽ വളരെ നല്ല ഒരു കമ്പനിയായിട്ട് തന്നെ വളരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഷോർട്ട് ടേം ലാഭം മാത്രം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ മാത്രം പ്രതീക്ഷിച്ച് അപ്ലൈ ചെയ്യുന്നവരോട് തൽക്കാലം സൂക്ഷിച്ച് മാത്രമേ ചെയ്യാവൂ എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. വോഡാഫോൺ ഐഡിയയുടെ FPO ഡീറ്റെയിൽസ് കേട്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ കമൻറ്റുകൾ ഇടാൻ മടിക്കരുത്. വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു IPO വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.